സി ഡി ഒരു ഭയങ്കര റിസ്കി സംഭവമാണ്. റിസ്ക് എന്ന് പറയുന്നത് ഇപ്പം അത് രാജേഷ് ഇല്ലാത്തതുകൊണ്ട് എന്നുള്ള അർത്ഥത്തിൽ, ഫിനാൻഷ്യൽ സംഭവമല്ല ഞാൻ പറയുന്നത്. കാരണം അതിൻ്റെ ഒരു റേഞ്ച്, അതിൻ്റെ ഒരു ക്ലാസ്, അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ്, ആ ഒരു കാര്യത്തിൽ നമുക്ക് എങ്ങനെ അത് ചെയ്യാൻ പറ്റുമെന്നതിനെ പറ്റി എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. കാരണം രാജേഷ് ഇതിൻ്റെ വളരെ വേഗമായിട്ടുള്ള ഐഡിയ, ഒരു സീൻ ഓർഡറും അല്ലെങ്കിൽ സീൻസ് നമ്മുടെ അടുത്ത് നറേറ്റ് ചെയ്ത് പറയുമ്പോൾ ശരിക്കും നമുക്കത് കാണാനായിട്ട് സാധിക്കുമായിരുന്നു, അത് കൺസീവ് ചെയ്ത ഓരോ വിഷ്വൽസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതാണ് എന്നെയും അല്ലെങ്കിൽ നിവിൻ്റെയും പോലുള്ളവരെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ മറ്റ് ടെക്നീഷ്യൻസിനെ എക്സൈറ്റ് ചെയ്തിട്ടുള്ള കാര്യം. അപ്പോൾ അത് അദ്ദേഹം വളരെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇനിഷ്യൽ തോട്ട്സിലുള്ള അല്ലെങ്കിൽ സ്റ്റേജസിലുള്ള തോട്ട് പ്രോസസ്സാണ്. അതിനി എത്രത്തോളം ഡെവലപ്പ് ചെയ്തേക്കാമായിരുന്നു എന്നുള്ളൊരു ഏരിയ, ഒരു ആംഗിൾ അതിനുണ്ട്. ആ ഒരു കാര്യം ഓർക്കുമ്പോഴാണ് നമുക്കൊരു ടെൻഷൻ, ആ ഒരു റിസ്ക് ഫാക്ടർ, അത്രത്തോളം നമുക്ക് എത്തിക്കാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മളിപ്പം വേട്ട എന്ന സിനിമയിൽ ആണ് ഏറ്റവും അവസാനമായിട്ട് കാണുന്നത് രാജേഷ് പിള്ളൈ ഫിലിം എന്നുള്ളത്. പക്ഷേ രാജേഷ് പിള്ളൈ ഫിലിംസ് എന്ന ബാനറിൽ ഇനിയും സിനിമകളുണ്ടാകും. അത് ഈ പറയുന്ന പോലെ മേഘ, രാജേഷിൻ്റെ വൈഫ് ആണ്, അത് ആ ഒരു ബാനറിൽ ഇനിയും സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇനിയും രാജേഷ് പിള്ളയുടെ പേര് നിലനിർത്തിക്കൊണ്ട് ആ ബാനറിൽ ഇനിയും നല്ല സിനിമകൾ വരും. അതിലൊരു ഗ്യാരണ്ടി എന്തായാലും തരാം. MCD എന്ന് പറയുന്നത് ഇത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അതിൻ്റെ ഒരു വലിപ്പവും അതിൻ്റെ ഒരു ഗ്രാൻഡറും അതിൻ്റെ ഒരു ക്ലാസ്സും. അപ്പോൾ അത് ഒരു 70% അല്ലെങ്കിൽ 75% എങ്കിലും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ വർക്കൗട്ട് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വി വിൽ ഗോ ഫോർ ദാറ്റ്. അന്ന് രാജേഷ് ശരിക്കും പറഞ്ഞത് വളരെ കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. കാരണം രാജേഷിൻ്റെ രണ്ടാം വരവിലുള്ള ഒരു മാറ്റങ്ങളും ആ ഒരു വരവുമാണ് എനിക്ക് ഇപ്പോഴും വളരെ കൃത്യമായിട്ട് ഓർമ്മയിലുള്ളത്. കാരണം അന്ന് ഈ പറയുന്ന പോലെ ഒരുപാട് പുതുമുഖ സംവിധായകർ വന്ന കഥ പറയുന്നതിൽ ഒരാൾ മാത്രം. പക്ഷെ അയാൾ പറയുമ്പോൾ അയാളുടെ സിനിമയോടുള്ളൊരു പാഷൻ, ഒരു ലവ് നമുക്ക് ഫീൽ ചെയ്യുമായിരുന്നു. പിന്നെ അതൊരു ചെറിയൊരു പടമായിരുന്നു, ഒരു റൊമാൻറ്റിക് ലൈനുള്ളൊരു പടം. പിന്നെ അത് കുറച്ചും കൂടി പുള്ളിയുടെ ഒരു അവതരിപ്പിക്കുന്ന രീതിയിൽ കുറച്ചും കൂടി ഒരു ആഡ് ഫിലിമിൻ്റെ ഒരു നേച്ചറും കാര്യങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു. പിന്നെ പുള്ളി കുറച്ച് റെഫറൻസ് സംഭവങ്ങളൊക്കെ തന്നു. ഒരു സോങ് സീക്വൻസാണ് നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്തെന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെ ഭയങ്കര രസമായിട്ട് തോന്നി. അതിനുശേഷം ആ പടം ഒരു ഡിസാസ്റ്ററായി കഴിഞ്ഞിട്ട് പിന്നെ ഒരു വിവരമല്ലേ ഈ പറയുന്ന പോലെ. പിന്നെ ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ വിളിച്ചിട്ട് സ്ക്രിപ്റ്റ് പറയണം, അതാണ് ട്രാഫിക്കിൻ്റെ സ്ക്രിപ്റ്റ്. പിന്നെ അത് ചെയ്യാമെന്ന് സമ്മതിക്കണം സ്ക്രിപ്റ്റ് കേട്ട് കഴിഞ്ഞിട്ട്. പിന്നെ ദ റെസ്റ്റ് ഈസ് ഹിസ്റ്ററി. സ്ക്രിപ്റ്റ് തന്നെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യിപ്പിച്ചു, ട്രാഫിക്കിൻ്റെ സ്ക്രിപ്റ്റ്. അപ്പോൾ അത് ഞാൻ രാജേഷിനോടും സഞ്ജയോടും പറഞ്ഞു, ഇതിൽ എനിക്ക് തന്ന ഏബിൾ തര്യൻ എന്ന ക്യാരക്ടറല്ല, അതിൽ ഏതൊരു ചെറിയ ക്യാരക്ടർ എനിക്ക് തന്നാൽ പോലും ഞാനതിൽ അസോസിയേറ്റ് ആയിട്ട് എനിക്ക് താല്പര്യമുണ്ട്. കാരണം അത്രയ്ക്ക് എനിക്കിഷ്ടമായിരുന്നു ട്രാഫിക്കിൻ്റെ സ്ക്രിപ്റ്റ്. അതാണ് മെയിൻ ആദ്യമായിട്ട് തന്നെ ഡേറ്റ് കൊടുക്കാനുള്ള കാരണം. പിന്നെ അത് ഡേറ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് ആ സ്ക്രിപ്റ്റിനോട് നീതി പുലർത്തുന്ന രീതിയിൽ രാജേഷ് ഇത് എടുത്ത് വെക്കുമോ എന്നുള്ള സംശയം എനിക്കുണ്ടായിരുന്നു. പക്ഷേ പോകെ ഷൂട്ടിങ് കഴിഞ്ഞ് എൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളും ബാക്കിയെല്ലാം കഴിഞ്ഞ് എൻ്റെ ഫൈനൽ ഒരു ഔട്ട് കണ്ടപ്പോൾ എൻ്റെ ഒരു സംശയം അസ്ഥാനത്തായിരുന്നു എന്നുള്ളത് വളരെയധികം തെളിയിച്ചു അദ്ദേഹം. അതിൽ ശരിക്കും സ്ക്രിപ്റ്റിൻ്റെ മുകളിലാണ് ട്രാഫിക്കിൻ്റെ ഒരു ഫൈനൽ ഫിനിഷ് രാജേഷ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും വളരെ ചുരുക്കം ആൾക്കാർക്ക് സാധിക്കാറുള്ളൂ. നമ്മൾ സ്ക്രിപ്റ്റ് വായിച്ചതിനേക്കാളും അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നമ്മുടെ ഒരു കാഴ്ചപ്പാടുണ്ട്, അതിനേക്കാളും എത്രയോ മുകളിലായിരുന്നു അദ്ദേഹം ട്രാഫിക് എടുത്ത് വെച്ചിരുന്നത്. കാരണം ഇതിൽ മെൽവിൻ ഫിലിപ്പ് എന്ന കഥാപാത്രം ഞാൻ ചെയ്യുമ്പോൾ ആ ക്യാരക്ടർ എങ്ങനെ ബിഹേവ് ചെയ്യണം, എങ്ങനെ നോക്കണം, എങ്ങനെ ചിരിക്കണം, എങ്ങനെ സംസാരിക്കണം, അതിനെപ്പറ്റി എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് മൈന്യൂട്ടസ്റ്റ് ഡീറ്റെയിൽ അദ്ദേഹത്തിന് അറിയാമായിരുന്നു, വളരെ വ്യക്തമായിട്ട്. അതുകൊണ്ട് എനിക്ക് എൻ്റെ പണി എളുപ്പമായിരുന്നു. കാരണം രാജേഷ് പറയുന്ന പോലെ മാത്രം ചെയ്തു കൊടുത്താൽ മതി, അറ്റ്ലീസ്റ്റ് അത്രത്തോളമെങ്കിലും ചെയ്തു കൊടുക്കണമായിരുന്നു. ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ ഞാൻ ഈ അദ്ദേഹം ഒരു പെർട്ടിക്കുലർ ചിരി എന്നോട് ചിരിക്കാൻ പറയുമായിരുന്നു. അപ്പോൾ ഞാൻ ഇത് ഇച്ചിരി ഓവറാകുമോ ഇത് എങ്ങനെ, കാരണം എൻ്റെ ഇത്ര എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള രീതിയിൽ എങ്ങനെ പറഞ്ഞു. പക്ഷേ രാജേഷ് പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് മെൽവിൻ ഫിലിപ്പ് എന്ന കഥാപാത്രത്തിൽ ആൾക്കാരെ ഏറ്റവും ആകർഷിച്ചിട്ടുള്ള ഘടകങ്ങൾ. ഈവൻ അതിൽ പറയുന്ന ചെറിയ ഡയലോഗുകളും അല്ലെങ്കിൽ ഈ ചിരി. ഇപ്പോഴും കുറേ പേര് സിനിമ കണ്ടിട്ട് എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞത് ചാക്കോസിൻ്റെ ചിരി ഭയങ്കര ഹോണ്ടിങ് ആണ്, അതിപ്പോഴും മനസ്സിലിങ്ങനെ കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചില ഡയലോഗുകൾ. അപ്പോൾ അതൊക്കെ ഒരു ആക്ടർ എന്നുള്ള നിലയിൽ എനിക്ക് ഭയങ്കര അപ്രീസിയേഷനാണ്.
അതിനേക്കാളുപരി അത് ഡയറക്ടറിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു വസ്തുത. ഇതിൽ ശരിക്കും പറഞ്ഞാൽ മഞ്ജുവിൻ്റെ ക്യാരക്ടർ ആദ്യം ഒരു മെയിൽ ക്യാരക്ടറായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു ഫീമെയിൽ ക്യാരക്ടറായിട്ട് മാറുന്നത്. ഇന്ദ്രൻ ഏറ്റവും ഒടുവിൽ വന്നു ചേർന്ന ഒരു അഡീഷനായിരുന്നു. ഇതൊക്കെ അങ്ങ് വന്ന് ഭവിച്ചതാണ്. പക്ഷേ അതെല്ലാം ഏറ്റവും വളരെ കറക്റ്റായിട്ടുള്ള ക്യാരക്ടേഴ്സും ആർട്ടിസ്റ്റുകളും ആയിട്ട് മാറി എന്നുള്ളതാണ് എൻ്റെ ഒരു സത്യം. ഇത് ശരിക്കും 3 പേര് തമ്മിലുള്ളൊരു മൈൻഡ് ഗെയിമാണ്. അപ്പോൾ ഈ 3 പേരിൽ ശരിക്കും പറഞ്ഞാൽ 4മതൊരാളും കൂടെ ചേരുന്നുണ്ട് ഈ മൈൻഡ് ഗെയിമിൽ. അത് പ്രേക്ഷകനാണ്. പ്രേക്ഷകനും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു മൈൻഡ് ഗെയിമാണ് ശരിക്കും വേട്ട. അല്ല, 4മതുള്ള പ്രേക്ഷകൻ അയാളുടെ മനസ്സിൽ കാണുന്ന രീതിയിൽ ഈ കഥ ചിലപ്പോൾ ഡെവലപ്പ് ചെയ്യും. ഈ 3 പേര് തമ്മിലുള്ളൊരു കളിയിൽ 4മതായി വന്നിരിക്കുന്ന പ്രേക്ഷകൻ ഇത് സംഭവം ഈ റൂട്ടിലായിരിക്കും പോവുക, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും സംഭവിക്കുക, ഇത് ചെയ്തിരിക്കുന്ന അയാളായിരിക്കും എന്നുള്ള രീതിയിൽ ആ പ്രേക്ഷകൻ ചിന്തിക്കും. പക്ഷേ ഏറ്റവും അവസാനം പ്രേക്ഷകൻ ചിന്തിക്കുന്നതിന് അപ്പുറത്തുള്ളൊരു സാധനം സംവിധായകന് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അവിടെയാണ് വേട്ട വിജയിക്കുന്നത്, അല്ലെങ്കിൽ രാജേഷ് പിള്ളയുടെ മെൽവിൻ ഫിലിപ്പ് എന്ന ക്യാരക്ടർ വിജയിക്കുന്നത്. ഇല്ല, ഫസ്റ്റ് ഡേ ഒരിക്കലും പോകാനായിട്ട് സാധിച്ചില്ല. കാരണം അന്നേ ദിവസം വെളുപ്പിനെയാണ്, രാവിലെയാണ് രാജേഷ് പിള്ള യാത്രയാകുന്നത്. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് തിയേറ്ററിൽ പോയി. രാജേഷിൻ്റെ അച്ഛനും രാജേഷിൻ്റെ വൈഫും സിസ്റ്ററും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് പോയി തിയേറ്ററിൽ കാണുന്നതിന് ശേഷമാണ്. അത് ഈ പറയുന്ന പോലെ ഞാൻ പറയുന്ന ചില ഡയലോഗുകൾക്ക് കൈയ്യടി കിട്ടുമ്പോഴും, അല്ലെങ്കിൽ എൻട്രൻസിൽ രാജേഷ് പിള്ള ഫിലിം എന്ന് എഴുതി കാണിക്കുമ്പോൾ ആൾക്കാർ എണീറ്റ് നിന്ന് കൈയടിക്കുമ്പോൾ സന്തോഷവും സങ്കടവും അഭിമാനവും എല്ലാം ഒരുമിച്ച് തോന്നുന്നൊരു നിമിഷമാണ്. അത് ഞാൻ മഞ്ജുവിനോടും ഒക്കെ പറഞ്ഞു, എനിക്ക് ഒരു മരവിപ്പാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് നമുക്ക് റിയാക്ട് ചെയ്യേണ്ടതെന്നുള്ളത് എനിക്ക് അറിയത്തില്ല. കാരണം രാജേഷ് എന്ന ടെക്നീഷ്യൻ്റെ വിജയം നമ്മളവിടെ കാണുന്നു, രാജേഷിൻ്റെ സിനിമയുടെ വിജയം നമ്മൾ കാണുന്നു. പക്ഷെ അത് നേരിട്ട് കാണാനായിട്ട് രാജേഷ് കൂടെ ഇല്ല എന്നുള്ളൊരു വലിയ ദുഃഖം ബാക്കി നിൽക്കുന്നു. പക്ഷേ രാജേഷിൻ്റെ ഒരു വിജയം കാണാനായിട്ട് രാജേഷിൻ്റെ കുടുംബാംഗങ്ങൾ ബാക്കി നിൽക്കുന്നു. അപ്പോൾ സന്തോഷവും സങ്കടവും എല്ലാം ഇവിടെ കലർന്നൊരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു അത്. രാജേഷിൻ്റെ ഫാമിലിയെ സേഫ് ഗാർഡ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം, പ്രത്യേകിച്ച് രാജേഷിൻ്റെ വൈഫിൻ്റെ കാര്യത്തിൽ. അപ്പം പുള്ളിക്കാരി ഈ ഒരു ഫീൽഡ് വിട്ടിട്ട് പോകുമോ എന്നുള്ളൊരു ആശങ്കയിലിരിക്കുമ്പോഴാണ് മേഘയ്ക്ക് രാജേഷ് പിള്ള ഫിലിംസിൽ നല്ല സിനിമകൾ നിർമ്മിക്കണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നത്. ഒരു വലിയൊരു ആശ്വാസവും ഒരു സന്തോഷവുമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. കാരണം രാജേഷ് ഇനിയും ജീവിക്കണം പ്രേക്ഷകരുടെ മനസ്സിൽ, മലയാളികളുടെ മനസ്സിൽ, നല്ല സിനിമകളിലൂടെ, രാജേഷ് പിള്ള ഫിലിംസ് എന്ന ബാനറിലൂടെ. അപ്പോൾ അതിന് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് അത് വീണ്ടും തുടരാനായിട്ട് ഉള്ളൊരു ധൈര്യം എനിക്ക് തോന്നുന്നു രാജേഷ് തന്നെ ആയിരിക്കാം പകർന്നു കൊടുത്ത് കാണുക. അപ്പോൾ അതിന് തീർച്ചയായിട്ടും രാജേഷിൻ്റെ കൂടെയുള്ള എല്ലാവരും ഉണ്ടാവും. തീർച്ചയായിട്ടും ഞാനുണ്ടാവും, എൻ്റെ കുടുംബങ്ങളുണ്ടാവും, രാജേഷിൻ്റെ സുഹൃത്തുക്കളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും രാജേഷ് പിള്ള ഫിലിംസിലൂടെ വീണ്ടും നല്ല സിനിമകൾ മലയാള സിനിമയിൽ കാണുമെന്നുള്ളത്.